ഡോക്, ഇന്ന് നമ്മളൊരു പേഴ്സണൽ മെസ്സേജ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ വെള്ളം കുടിക്കാത്തതുകൊണ്ട് മൈഗ്രെയിൻ വരുന്നുണ്ട്, ഫുഡ് ശരിക്കും കഴിക്കാത്തതുകൊണ്ട് മൈഗ്രെയിൻ വരുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ശരിക്കും മൈഗ്രെയിൻ വരുന്നത്? ഓക്കെ, ഈ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ, വെയിൽ തട്ടിയാൽ, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, ഉറങ്ങിയിട്ടില്ലെങ്കിൽ തലവേദന മൈഗ്രെയിൻ ട്രിഗർ ഫാക്ടേഴ്സാണ്. അതായത് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മൈഗ്രെയിൻ ഓൾറെഡി ഉള്ളവർക്ക് മൈഗ്രെയിൻ ഒന്നും കൂടി ട്രിഗറാവും. ഓക്കെ, പക്ഷേ മൈഗ്രെയിൻ്റെ കാരണങ്ങൾ ഇതൊന്നുമല്ല. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരാം, ദാറ്റ്സ് നോട്ട് എ റീസൺ. ഓക്കെ, അതിനൊരു റൂട്ട് കോസ് ഉണ്ട്. ദാറ്റ് കുഡ് ബി ലൈക്ക് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ വിറ്റമിൻ B12 എന്ന് പറഞ്ഞ ഒരു വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം. ഇതാദ്യം ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ പുവർ ഗട്ട് ഹെൽത്ത്, അത് ഗട്ട് ഹെൽത്ത്, വയറിൻ്റെ ഹെൽത്ത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലും പ്രോപ്പർലി ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ നടക്കില്ല. അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടായിരിക്കാം. അതിൻ്റെ റീസൺസ് കണ്ടുപിടിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഷുഗർ ലെവൽസിലുള്ള ഫ്ലക്ച്വേഷൻസ്, ലൈക്ക് നിങ്ങൾ ഡയബറ്റിക് ആവണം അല്ലെങ്കിൽ ഷുഗർ രോഗി ആയിരിക്കണം നിർബന്ധമില്ല, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയാൽ മതി. ദാറ്റ് കുഡ് ബി അനദർ ഫാക്ടർ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് തലവേദന വരുന്നത്. അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കാതെ വെറുതെ പെയിൻ മെഡിക്കേഷൻസ് കഴിച്ചതിനെ കൊണ്ട് പ്രശ്നം സോൾവ് ആവില്ല.